ഇന്ന് റമദാൻ ഡേ 2. ഇക്കാലത്ത് നോമ്പിന് ഒഴിച്ചുകൂടാനാവാത്ത 2 വിഭവങ്ങളാണ് കട്ട്ലേറ്റും സമൂസ. ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി, എന്നാ പിന്നെ ഇന്ന് നമുക്കൊരു ചിക്കൻ സമൂസ ഉണ്ടാക്കാം. റെസിപ്പി വളരെ സിമ്പിൾ ആണ്. കുനുകുനേന അരിഞ്ഞിട്ടുള്ള വല്യുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി ചതച്ചത്, പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടിയും ഗരം മസാലയും പിച്ച് വെച്ച് ചിക്കനും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ മസാല റെഡി. ഈ അടുത്തായിട്ട് സമൂസ ഷീറ്റ് മടക്കാൻ ഞാൻ പ്രോ ആയിട്ടുണ്ട്. സംഭവം കാണുമ്പോൾ ഇത്തിരി കഷ്ടപ്പാടാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. കാണിച്ചതുപോലെയൊക്കെ മടക്കിയതിനു ശേഷം മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇത്തിരി പശയാക്കി ഒട്ടിച്ചും കൂടി കൊടുക്കും. ഇന്നാണെങ്കിൽ പള്ളിക്കൽ ഉസ്താദിന്റെ ചെലവും കൂടിയുള്ള ദിവസമാണ്. അതുകൊണ്ട് സമൂസയിൽ മാത്രം ഒതുക്കിയില്ല, ഇത്തിരി പഴംപൊരി കൂടി ഉണ്ടാക്കി. പിന്നെ ഉമ്മാന്റെ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറിയും കുഞ്ഞിപ്പത്തിരി, നൈസ് പത്തിരിയും, പിന്നെ എന്റെ സമൂസയും പഴംപൊരിയും, പിന്നെ ഉസ്താദിനുള്ള ചായയും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പള്ളിക്കൽ എത്തിച്ചു കൊടുത്തു. അപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് ഞങ്ങളും നോമ്പ് തുറന്നു. കഥ പറച്ചിലിനിടയിൽ വയറും മുട്ട തിന്നത് അറിഞ്ഞതേ ഇല്ല. അതുകൊണ്ട് ആശിച്ചിട്ടും കൊതിച്ചിട്ടും കുഞ്ഞിപ്പത്തിരി കഴിക്കാൻ പറ്റിയില്ല, പകരം കഞ്ഞിയാ കുടിച്ചത്.